അങ്ങനെ ഗോട്ട് ഇന്ന് റിലീസായിരിക്കുകയാണ്. അങ്ങനെ രാവിലെ പോയി 4 മണിക്ക് പടം കണ്ട് ഇറങ്ങി, കുറച്ച് നേരം ഉറങ്ങി, ഇപ്പം വന്ന് റിവ്യൂ ചെയ്യുകയാണ്. സാധാ ഒരു വിജയ് പടം കാണുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റും ഈ പടത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഒരു സാധാ ഒന്നും മനസ്സിലാകാത്ത പോലെ തുടങ്ങി. ഡയറക്ഷൻ, ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ ഒരുമാതിരി ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ കൊണ്ട് ഇൻ്റർവെൽ ബ്ലോക്ക് ഇറക്കി വെച്ചിട്ട് സെക്കൻഡ് ഹാഫ് ആണ് ഇത്തിരിയെങ്കിലും ആ പടത്തിനോടൊരു യോജിക്കുന്ന രീതിയിലൊരു കഥ കൊണ്ടുപോയത് എന്ന് പറയാം. പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട പോസിറ്റീവ് വിജയ് തന്നെയാണ്. വിജയുടെ ഒരു സ്വാഗും ആ സ്ക്രീൻ പ്രസൻസും ഇല്ലായിരുന്നെങ്കിൽ പടം അപ്പം തന്നെ കയ്യിൽ നിന്ന് പോയേനെ. ആക്ടിങ് പക്കയായിരുന്നു. ഒരു പണ്ട് കാണുന്ന ഒരു ക്ലീശേ വിജയ് ഒന്നും നമുക്കിത് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല, മറ്റുള്ളവർക്ക് അറിഞ്ഞൂടെ. പിന്നെ അടുത്ത പറയേണ്ടത് ഇതിൻ്റെ ഓവറാൾ ഒരു ചില ഇടങ്ങളൊരു പഴയ പാട്ടുകളൊരു വീഡിയോ, ഒരു BGM ഇടും. ഒരു പഴയ കാലത്തെ വിജയ തന്നെ പഴയ ഗാനങ്ങളുടെ SPBയുടെ പാട്ടുകളായാലും അതിട്ട് നമുക്ക് അതിനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ രീതിയിൽ നമുക്ക് തരുന്നു. അതിന് വിജയിച്ചിട്ടുണ്ട് യുവശങ്കർ രാജ. പക്ഷേ യുവശങ്കർ രാജയുടെ മ്യൂസിക്കൊന്നും വിജയുടെ സാധാരണ ഒരു ഫ്ലോപ്പ് വിജയ് പടത്തിൽ പോലും വിജയുടെ ഏറ്റവും ബെസ്റ്റ് മ്യൂസിക് തന്നെയാണ്. സുറ ആയാലും എക്സാമ്പിളാണ്. സുറയിലൊക്കെ ഏറ്റവും ഹിറ്റ് ഗാനങ്ങളൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ഇതിൽ വിജയുടെ കരിയറിലെ ഏറ്റവും വേസ്റ്റ് സോങ്സാണ്, പ്ലേലിസ്റ്റാണ് മൊത്തം കിടക്കുന്നത്. ഒരു ഇമ്പാക്റ്റ് പോലും ഒരു സോങ്ങിൽ പോലും, അതുപോലെ തന്നെ കൊറിയോഗ്രാഫി ചെയ്ത ആൾക്കാർ പോലും ഒരു വിജയുടെ ഡാൻസ് നേരെ ഒരു കൊറിയോഗ്രാഫ് പോലും ചെയ്തിട്ടില്ല. അമ്മാതിരി ഒരു വേസ്റ്റ് ആണ് കാണിക്കുന്നത്. ബാക്കി സാധാരണ നമ്മളൊരു വിജയ് പടത്തിൽ കിട്ടുന്നതെന്നാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു BGM വിജയുടെ ആ സ്ക്രീൻ പ്രസൻസും. ഇതിൽ സ്ക്രീൻ പ്രസൻസ് മാത്രമേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ട് സ്കോറ് വലിയ ഒരു ഗുമ്മില്ല. അതിന് എന്താണെന്ന് കാരണം എന്ന് പറഞ്ഞാൽ വിജയ്ക്ക് ഏറ്റവും ഇന്നും നല്ലത് അനിരുദ്ധാണ്. എക്സാമ്പിളായിട്ട് കത്തി, ലിയോ, മാസ്റ്റർ അതിലെടുത്ത് വെച്ച് നോക്കിയാൽ അതൊക്കെ ഒരു അൾട്രാ ലെവൽ BGM ആണ്. അത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് BGMൻ്റെ കുറവുണ്ട്. പിന്നെ ആക്ഷൻ, വിജയ് പടങ്ങളിലെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോരി ധരിപ്പിക്കുന്ന ഒരു രോമാഞ്ചം കിട്ടുന്ന സംഭവം. അത് വലിയ ഇമ്പാക്റ്റ് ഇതിൽ കിട്ടിയിട്ടില്ല. ഒരു ആക്ഷൻസ് എന്ന് പറയുമ്പോൾ സാധാ നമ്മൾ കണ്ട് നടന്ന ആക്ഷൻ സീക്വൻസാണ് മൊത്തം. അല്ലാതെ കിട്ടുന്നില്ല. സർപ്രൈസ് എലമെൻ്റ് ഉണ്ട് കുറച്ച്. അത് ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. അത് വലിയ ഇതില്ല. എന്നാലും മറ്റു പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാ പടങ്ങളും സർപ്രൈസ് എലമെൻറ്റ് കുത്തിക്കെട്ടുന്ന രീതിയിൽ വരുന്ന ഒരു മാറിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഇന്ത്യ സിനിമ മൊത്തം. പിന്നെ ക്ലൈമാക്സിൽ അതിൻ്റെ അടുത്ത സെക്കൻഡ് പാർട്ടിലേക്കുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ എല്ലാ പടങ്ങളും ഇപ്പം നമ്മൾ കണ്ടുവരുന്ന വിക്രം തൊട്ട് തുടങ്ങുന്ന സീക്വൻസാണ് ഈ അവസാനമാകുമ്പോൾ സെക്കൻഡ് പാർട്ടിലോട്ട് ഒരു ഇമ്പാക്റ്റ് ഇത് കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാ പടങ്ങളും കണ്ട ഒരു ക്ലീശിയ പരിപാടിയാണ്. എന്നാലും സെക്കൻഡ് പാർട്ട് നല്ലതായിരിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം വെങ്കട് പ്രഭു അതെങ്കിലും നല്ല രീതിയിലാക്കിയ ഒരു നല്ല കിടുക്ക് തീമാണത്. ആ തീം വെച്ച് ശരിയാക്കിയ പടം ക്ലിക്കാവും. കാരണം നല്ലൊരു തീമിലാണ് അവസാനിച്ചിരിക്കുന്നത്. ആ തീം മതിയായിരുന്നു. സെക്കൻഡ് പാർട്ട് ഒന്നും വേണ്ടിരുന്നു. ആ ലാസ്റ്റ് പാർട്ടിൽ ആ തീമും വെച്ച് മൊത്തവും പോയിരുന്നെങ്കിൽ ആ പടം ഒരു വേറെ ലെവൽ ഐറ്റമായി മാറിക്കൊണ്ടിരുന്നേ. അതായത് പിന്നെ മറ്റു നടന്മാർ മലയാളത്തിൽ ജയറാം തരക്കേടില്ലാത്ത പെർഫോമൻസ് കൊണ്ടുവന്നു. പിന്നെ പ്രഭുദേവ ആയാലും, പ്രശാന്ത് ആയാലും, അജ്മൽ ആയാലും, സ്നേഹ ആയാലും, ഇനി മറ്റ് ഗസ്റ്റ് റോളുകൾ വന്ന ആൾക്കാരായാലും, പിന്നെ പ്രേംജി അറിയാം. പ്രേംജി സ്ഥിരം തന്നെ കോമഡി ഒരു കൗണ്ടർ. പിന്നെ യോഗി ബാബു, ഇവരൊക്കെ അവർക്ക് കിട്ടിയ റോളുകൾ അവർ ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ ഫസ്റ്റ് ഹാഫിലെ ചില കോമഡിയൊന്നും വർക്കൗട്ടായില്ല. സ്ഥിരം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന റീൽസ് പോലെ തന്നെയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. സെക്കൻഡ് ഹാഫാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കണ്ട് പറയുക.